സാമ്പത്തിക കാര്യങ്ങൾ ശ്രദ്ധിക്കാറുള്ളവർ സ്ഥിരമായി കേൾക്കുന്ന ഒരു വാക്കാണ് SIP അഥവാ സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ. ഇത് മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്ന ഒരു മെത്തേഡ് മാത്രമാണ്. ഒരു നിശ്ചിത കാലത്തേക്ക് നിശ്ചിത ഇടവേളകളിൽ നിശ്ചിത തുക പതിവായി നിക്ഷേപിക്കുന്ന രീതിയാണ് SIP പിന്തുടരുന്നത്. സാധാരണഗതിയിൽ FDയിലോ അല്ലെങ്കിൽ മറ്റ് ഇൻവെസ്റ്റ്മെന്റ് സ്കീമുകളിലോ ഒക്കെ നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നതിൽ നിന്ന് വളരെ വ്യത്യസ്തമായൊരു രീതിയാണ് SIP പിന്തുടരുന്നത്. ഓഹരി വിപണിയിൽ നിക്ഷേപം നടത്താൻ താല്പര്യമുള്ളവർ ആദ്യ പടിയെന്നോണം തിരഞ്ഞെടുക്കുന്ന ഒരു മെത്തേഡാണ് SIP. നമ്മൾ ഓഹരി വിപണിയിലേക്ക് നേരിട്ട് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നതിനേക്കാൾ റിസ്ക് കുറവാണ് SIP മുഖാന്തരം നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നത്. എന്നാൽ തീർത്തും റിസ്ക് ഇല്ല എന്നല്ല ഞാൻ പറയുന്നത്. ഇവിടെ ഒരു ഗ്യാരണ്ടീഡ് തുകയല്ല നിക്ഷേപകനോട് പറയുന്നത്. വിപണിയിലെ വ്യതിചലനങ്ങൾക്കനുസരിച്ച് നിക്ഷേപത്തിന് കിട്ടുന്ന റിട്ടേണിലും മാറ്റങ്ങൾ ഉണ്ടാവാം. എന്നാൽ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് നേരിട്ട് നിക്ഷേപിക്കുന്നതിനേക്കാൾ വളരെയധികം റിസ്ക് കുറവാണ് ഇത്തരം SIP മെത്തേഡുകൾക്ക്. എന്നാൽ കുറഞ്ഞത് ഒരു 5 വർഷ കാലയളവിലേക്കെങ്കിലും നമ്മൾ SIP ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നുണ്ടെങ്കിൽ 12% റിട്ടേൺ സാധാരണഗതിയിൽ ലഭിക്കാറുണ്ട്. അടുത്തതായി നമുക്ക് SIPയിലൂടെ ഇൻവെസ്റ്റ്മെന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ലഭിക്കാവുന്ന കുറച്ച് നേട്ടങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കാം. വലിയൊരു തുക നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നതിന് പകരമായി ചെറിയ തുകകൾ ഓരോരോ ഇടവേളകളിൽ നമുക്ക് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാൻ കഴിയുമെന്നതാണ് SIPയുടെ വലിയൊരു പ്രത്യേകത. മാസാമാസങ്ങളിൽ കുറഞ്ഞത് 100 രൂപ വരെ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന SIP പ്ലാനുകൾ ഇന്ന് നിലവിലുണ്ട്. ഇതുകൂടാതെ നിക്ഷേപം നടത്താനുള്ള ഇടവേളകളും നമുക്ക് ഫ്ലെക്സിബിളായി തന്നെ തീരുമാനിക്കാൻ കഴിയുന്നതാണ്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നിങ്ങളുടെ വരുമാനത്തിനനുസരിച്ച് നിങ്ങൾക്ക് നല്ലൊരു ഗോൾ സെറ്റ് ചെയ്യാം എന്നുള്ളതാണ്. അതായത് ഒരു മാസം നിങ്ങൾക്ക് 500 രൂപ അല്ലെങ്കിൽ 1000 രൂപ മാത്രമാണ് സേവ് ചെയ്യാൻ കഴിയുന്നുള്ളൂ എന്ന് കരുതുക. എന്നാൽ നിങ്ങൾക്ക് ഈ 500 രൂപയോ 1000 രൂപയോ മാസാമാസം ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് വലിയൊരു ലംസം സൃഷ്ടിക്കാൻ നിങ്ങൾക്ക് കഴിയുന്നതാണ്. പതിവായി നിങ്ങൾ നിക്ഷേപങ്ങൾ നടത്തുമ്പോൾ വില കുറഞ്ഞിരിക്കുമ്പോൾ കൂടുതൽ യൂണിറ്റുകളും വില കൂടിയിരിക്കുമ്പോൾ കുറഞ്ഞ യൂണിറ്റുകളായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുക. ഇത് പതിയെ പതിയെ ശീലമാകുമ്പോൾ നിങ്ങളുടെ നിക്ഷേപങ്ങളുടെ ചിലവ് കുറയുന്നതിന് സഹായകരമാകും. SIPയിൽ നിങ്ങൾ ഓരോ തവണ നിക്ഷേപിക്കുന്ന പണവും ചേർത്തുകൊണ്ടാണ് നിങ്ങളുടെ സമ്പാദ്യം വളരുന്നത്. അതായത് നിങ്ങൾ പണം പിൻവലിക്കാത്ത സമയം അത്രയും നിങ്ങളുടെ സമ്പാദ്യം വളരെയധികം വർദ്ധിക്കുമെന്നർത്ഥം. അതുകൊണ്ട് തന്നെയാണ് SIPയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നവർക്ക് 12, 14, 15% റിട്ടേൺ ലഭിക്കുന്നത്. SIPയിൽ നമ്മൾ കൃത്യമായി തുക ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളത് ഒരു സാമ്പത്തിക അച്ചടക്കത്തിന്റെ ഭാഗം കൂടിയാണ്. SIP മുഖാന്തരം നിങ്ങൾ ദീർഘകാലത്തേക്ക് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നല്ലൊരു രീതിയിൽ റിട്ടേൺ ലഭിക്കും എന്നതിനേക്കാൾ ഉപരിയായിട്ട് നിങ്ങൾക്കൊരു മികച്ച അച്ചടക്കശീലവും ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. ഇങ്ങനെയൊക്കെ ആണെങ്കിലും SIPക്ക് റിസ്ക് എന്നൊരു ഫാക്ടർ കൂടിയുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. നിങ്ങളൊരു മികച്ച SIP തിരഞ്ഞെടുക്കുന്നതിന് മുമ്പായി നല്ലൊരു പഠനം തന്നെ നടത്തേണ്ട ആവശ്യമുണ്ട്. നിങ്ങളുടെ ഭാവിയിലെ സാമ്പത്തിക ലക്ഷ്യം നിങ്ങൾ സെറ്റ് ചെയ്തതിന് ശേഷം വേണം മികച്ചൊരു SIP തിരഞ്ഞെടുക്കേണ്ടത്. SIP എന്നത് സാമ്പത്തിക കാര്യമായതുകൊണ്ട് തന്നെ ഇതിന് നിങ്ങൾ ഒരു വിദഗ്ധ അഭിപ്രായം തിരഞ്ഞെടുക്കുന്നത് നല്ലതായിരിക്കും. ഒരു നല്ല ഫണ്ട് നിങ്ങൾ തന്നെ തിരഞ്ഞെടുക്കുന്നതിനേക്കാൾ നല്ലത് ഒരു എക്സ്പീരിയൻസ്ഡ് ഹാൻഡിനെ സമീപിക്കുന്നതായിരിക്കും. നിങ്ങൾ ഇതുവരെ മികച്ചൊരു SIP സ്റ്റാർട്ട് ചെയ്തിട്ടില്ല എങ്കിൽ ഇന്ന് തന്നെ നിങ്ങളൊരു SIP സ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിക്കുക. ഇതിലൂടെ നിങ്ങളുടെ ഭാവി സുരക്ഷിതമാക്കാൻ കഴിയുന്നതാണ്. അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നവരെ സൈനിങ് ഓഫ് ബിജോ. ഹാവ് എ നൈസ് ഡേ.